വെഞ്ഞാറമൂട്ടിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന നിഗമനത്തിൽ പോലീസ്. അഫാന്റെ പിതാവിന്റെ കടത്തിനപ്പുറം കുടുംബവും കടബാധ്യതയുണ്ടാക്കി. കടക്കാരുടെ ശല്യവും ബന്ധുക്കളുടെ എതിർപ്പും ആത്മഹത്യക്കുള്ള തീരുമാനത്തിലെത്തിച്ചു. കൂട്ടാത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന ചിന്ത കൊലപാതകം ഏറ്റെടുക്കാൻ കാരണമായി. താൻ മരിച്ചാൽ ഫർസാന രൂക്ഷ വിമർശനത്തിനിരയാകുമോ എന്ന ചിന്തയാണ് ഫർസാനയെ കൊല്ലാൻ അഫാനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. റിനു ശ്രീധർ നൽകും കൂടുതൽ വിവരങ്ങൾ. റിനു ശ്രീധർ, കൂടുതൽ മൊഴികളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ്? ഈ കടബാധ്യത, അതുമായി ബന്ധപ്പെട്ട നിരാശ, അതിൽ നിന്നുടലെടുത്ത വിഷാദം, ഇതൊക്കെയാണോ അഫാനെ കൊണ്ടത് പ്രേരിപ്പിച്ചത്? അരുൺകുമാർ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്ന 48 മണിക്കൂർ പിന്നിടുമ്പോൾ നിഗമനത്തിലേക്ക്, എന്താണ് കൊലപാതകത്തിന് കാരണം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ്. ഈ ഗൾഫിൽ അഫാന്റെ വാപ്പയ്ക്ക് വലിയ രീതിയിലുള്ള കടബാധ്യതയുണ്ട്. നിലവിൽ ഈ വീട്ടിലേക്ക് വരുന്ന പണം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും കടം വാങ്ങിക്കൊണ്ട് ആഡംബര ജീവിതം ഈ കുടുംബം നടത്തി എന്നുള്ളതാണ്. അഫാൻ നിലവിലൊരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് പുതിയൊരു ബൈക്ക്, 2 ലക്ഷത്തോളം രൂപ വരുന്ന ഒരു ബൈക്ക് വാങ്ങുന്നു. ഇങ്ങനെ ആഡംബര ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ വലിയ രീതിയിലുള്ള കടബാധ്യതയുണ്ടാകുന്നു. തുടർന്നാണ് ഈ കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, ഈ ഉമ്മയുടെ അനുമതിയോടുകൂടി. പക്ഷേ അങ്ങനെ ആത്മഹത്യ ചെയ്ത് ആരെങ്കിലും ശ്രമം നടത്തുമ്പോൾ രക്ഷപ്പെടുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ വിമർശനത്തിനിടയാകും. പിന്നീട് അവരുടെ ജീവിതം ഒറ്റയ്ക്കാകുമെന്ന് കരുതി ഈ കൊലപാതകം നടത്തുവാൻ വേണ്ടി പ്രതി ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. ഈ ആഡംബര ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ചില ബന്ധുക്കൾ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. കാരണം ഈ വാപ്പയുടെ ബന്ധുക്കൾ ചിലർ ഈ വാപ്പയെ നാട്ടിലേക്ക് എത്തിക്കണം, കടബാധ്യത തീർക്കണം, ഈ വീട് വിൽക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇത് ഇവരിലേക്ക് ഒരു വൈരാഗ്യത്തിലേക്ക് എത്തിച്ചു. ഇത് തുടർന്നാണ് ഈ വാപ്പുമ്മയെയും വാപ്പയുടെ ജ്യേഷ്ഠനെയും കുടുംബത്തെയും കൊല്ലാൻ വേണ്ടി കാരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഈ ഫർസാനയെ കൊല്ലാനുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷത്തോളം രൂപ വരുന്ന സ്വർണം ഫർസാനയിൽ നിന്ന് വാങ്ങി ഈ പണയം വെച്ചിരുന്നു ആഡംബര ജീവിതത്തിന്റെ ഭാഗമായി അഫാൻ. പക്ഷേ താൻ മരിച്ചു പോവുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവൾക്ക് രൂക്ഷമായിട്ടുള്ള വിമർശനം കുടുംബത്തിൽ നിന്ന് നേരിടേണ്ടി വരും എന്നുള്ളൊരു ചിന്തയുണ്ടാക്കി. ഇതാണ് ഫർസാനയെ വീട്ടിൽ വിളിച്ചു വരുത്തി. താനും എന്തായാലും മരിക്കാൻ പോവുകയാണ്, ഫർസാനയെയും കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനത്തിലേക്ക് ഈ പ്രതി എത്തിയത് എന്നുള്ളതാണ്. പ്രതിയുടെ ആദ്യഘട്ടം മുതലുള്ള മൊഴിയും ഈ കാര്യങ്ങളെ സാധൂകരിക്കുന്നതാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ രണ്ടുപേരുടെ, അതായത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന, എനിക്ക് തൊട്ട് പിന്നിലുള്ള തിരുവനന്തപുരത്തെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഉമ്മ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഷെമിയുടെ നില വലിയ രീതിയിൽ മെച്ചപ്പെട്ടു വരുന്നു. 2 ദിവസത്തിനകം മൊഴി രേഖപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ലഹരിയുടെ ഒരു സാന്നിധ്യം ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ പോലീസ് എത്തുന്നത്.